ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ, ഫ്രീലാൻസ് കോപ്പി റൈറ്റർ എന്നൊക്കെ പറഞ്ഞ ഫ്രീലാൻസ് ലൈസൻസ് അല്ലേ? അതെന്താണ് ആക്ച്വലി? അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ, അതെന്താണ്, ആർക്കാണ് കിട്ടുന്നത്? പക്ഷേ ഞാൻ ഫ്രീലാൻസ് വിസ എടുക്കുന്നവർക്കുള്ള ഒരു ഉപദേശമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ ഒരു IT മേഖലയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ നോമാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീലാൻസ് വിസ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ എവിടെയും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സ്വയം അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫെസിലിറ്റി ഉണ്ടാവുമ്പോൾ എന്തിനു നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് തയ്യാറാവണം എന്നുള്ളതാണ്. ഒരു എംപ്ലോയ്മെൻറ്റ് വിസ എടുത്തിട്ട് ആളുകൾ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുക, അതിന് പിന്നെ നിയമവിരുദ്ധമായിട്ട് ഉള്ളൊരു സംഭവമാണെന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. അത് സത്യമാണ് ഒരു പരിധി വരെ. കാരണം മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ റിയാസ് ഭായ് പല എപ്പിസോഡുകളിലും ഇൻഡസ്ട്രി ലൈസൻസിനെ കുറിച്ചും അല്ലെങ്കിൽ റൂൾ ഫാമിലി ലൈസൻസിനെ കുറിച്ചും അതുപോലെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ പറയുന്നുണ്ട്, ഇൻഫർമേഷൻസ്. ഇന്നത്തെ നമുക്കൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോമൺ ആളുകൾക്ക് വേണ്ട ഫ്രീലാൻസ് വിസ എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ, ഫ്രീലാൻസ് കോപ്പി റൈറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ലൈസൻസ് അല്ലേ? അതെന്താണ് ആക്ച്വലി? അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ, അതെന്താണ്, ആർക്കാണ് കിട്ടുന്നത്, ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് അത് ഗുണപ്രദമാകുന്നത്? ഇതിൽ പറയുമ്പോഴേ ഒരു ക്ലാരിറ്റി ആളുകൾക്ക് ആദ്യം കൊടുക്കാം. UAE സംബന്ധിച്ചിടത്തോളം ഫ്രീലാൻസ് വിസ എന്നൊരു സാധനം ഇല്ലെന്നും ഒരു എംപ്ലോയ്മെന്റ് വിസ എടുത്തിട്ട് ആളുകൾ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുക, അതിന് പിന്നെ നിയമവിരുദ്ധമായിട്ട് ഉള്ളൊരു സംഭവമാണെന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. അത് സത്യമാണ് ഒരു പരിധി വരെ. കാരണം പഴയ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പം ഈ ബാധക്കാട് ഒരു സ്ഥാപനം ഉണ്ടാവും, അതിനകത്തൊരു എംപ്ലോയ്മെന്റ് വിസ അങ്ങ് എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോ എന്ന രീതിയിലേക്ക് വരും. എന്നിട്ട് പിന്നെ WPS ട്രാൻസ്ഫർ ചെയ്യുന്ന ശമ്പളമൊക്കെ ഈ കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് പോകുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. UAE ഗവൺമെന്റ് തന്നെ ഫ്രീലാൻസ് വിസ എന്ന രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരമാവധി അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മളും അത് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീഗലി ആയിട്ട് തന്നെ ഇതുപോലെ എംപ്ലോയ്മെന്റ് വിസ കൊടുക്കാവുന്ന സാധ്യതകളും നമ്മൾ കൊടുക്കുന്നുണ്ട്, ലീഗലൈസ് ചെയ്തുകൊണ്ട് തന്നെ. ഉദാഹരണത്തിന് നമ്മളൊരു എംപ്ലോയ്മെന്റ് വിസ എടുത്തു, ഫ്രീലാൻസ് ആയി തരുന്നു, പക്ഷെ അത് വർക്ക് പെർമിറ്റ് മറ്റു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് ആ രീതിയിലേക്കൊക്കെ ചെയ്യുന്നതുണ്ട്. ഇതില് ഞങ്ങളുടെ ഒരു കോർ ബിസിനസ് അല്ല ഫ്രീലാൻസ് വിസ. പക്ഷെ ഞാൻ ഫ്രീലാൻസ് വിസ എടുക്കുന്നവർക്കുള്ള ഒരു ഉപദേശമാണ് പറഞ്ഞത്. ഒരു ഡിജിറ്റൽ ഒരു IT മേഖലയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ നോമാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീലാൻസ് വിസ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് U.AE UAE എന്ന് പറയുന്നതിൽ U.AE എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് വിസ ഡിജിറ്റൽ മേഖലയിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആളുകൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അബുദാബിയിലാണെങ്കിൽ ഒരു ഫ്രീലാൻസ് വിസ കൊടുക്കുന്ന ഒഫീഷ്യലി കൊടുക്കുന്ന ഒരു ഫ്രീ സോൺ തന്നെയുണ്ട്. 2454 എന്നാണ് ആ ഫ്രീ സോണിന്റെ പേര്. സെർച്ച് ചെയ്ത ആൾക്കാർക്ക് കിട്ടും. അപ്പൊ അവിടെ ഒരു ഫ്രീലാൻസ് വിസ ആണെങ്കിലും കൂടിയിട്ട് ഫ്രീലാൻസിന് ഒരു ലൈസൻസ് പോലെ ഒരു അപ്രൂവൽ പേപ്പർ കിട്ടും. ഇപ്പൊ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാവും. അതല്ലാതെ വേറെ പേരില്ല ആ കമ്പനിക്ക്. കാരണം ഇതൊരു ബിസിനസ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ചെക്ക് കൊടുക്കാനുള്ള ഒരു കമ്പനി അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, ആ പേപ്പറിനകത്തായിരിക്കും നിങ്ങൾക്ക് ഒരു വിസ അനുവദിച്ചു തരാം അതിന്റെ ബേസിൽ. അപ്പൊ 2454 വിസയിൽ ഫ്രീലാൻസ് വിസ എന്ന് എഴുതിയിട്ടാണ് വരുന്നത്. അത് ഒരുപാട് പേർക്ക് അത് അറിയില്ല. അപ്പം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ നമുക്കറിയാം ഈ മാൻ പവർ സപ്ലൈയിലൊക്കെ ആളുകൾ പോകുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ലേബർ സപ്ലൈ ലൈസൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഫ്രീലാൻസ് വിസ കൊടുക്കാവുന്ന രീതിയിലുള്ള ട്രേഡ് ലൈസൻസുകൾ UAE നാഷണൽസിന്റെ പേരിലുള്ള ലൈസൻസുകളുണ്ട്, ബൾക്കായിട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന. അതിലും വിസ എടുത്ത് ബൾക്കായിട്ട് ഫ്രീലാൻസ് വിസ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കോർ ബിസിനസ് അല്ല ഫ്രീലാൻസ് വിസ. നമ്മളൊരു ഫ്രീലാൻസ് ഞങ്ങളുടെ ട്രേഡ് ലൈസൻസ് ആണ് നമ്മുടെ. പക്ഷെ ആളുകൾ എവിടെയും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സ്വയം അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫെസിലിറ്റി ഉണ്ടാവുമ്പോൾ എന്തിനു നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് തയ്യാറാവണം എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാക്കീസ് ഒക്കെ പോലത്തെ ഫ്രീ സോണിൽ 1 വിസ പ്ലസ് ലൈസൻസ് ഒക്കെ 12,000 ദിറംസിനൊക്കെ പാക്കേജ് ഉണ്ട്.
അപ്പോൾ അതിന് അത് സ്വന്തമായിട്ടൊരു കമ്പനിയും വിസയും പോലെ കിട്ടും നമുക്ക് തന്നെ, വളരെ നമ്മളെ സന്തോഷത്തോട് കൂടിയിട്ട് കിട്ടാം. അതുപോലെ ഈ ഫ്രീലാൻസ് വിസ, ഇൻവെസ്റ്റർ വിസ, ഫ്രീലാൻസ് വിസ കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അതെന്തോ കാരണം ഇപ്പോൾ ഇബാദൊക്കെ വന്നൊരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ഫ്രീലാൻസ് വിസ എടുത്തു. ഇപ്പോൾ 2 വ്യക്തികളായിരിക്കും ആ കമ്പനിയിൽ ഉണ്ടാവുക. എന്നിട്ട് ഫ്രീലാൻസ് വിസ കൊടുത്തു. ആ കമ്പനിയിൽ നാളെ ലയബിലിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ 2 പാർട്ട്ണറെയും ബാധിക്കില്ലേ? പിന്നെ ഈ വിസ എടുത്താൽ മാത്രം പോരല്ലോ, ഈ എല്ലാ വർഷവും ഈ ട്രേഡ് ലൈസൻസ് പുതുക്കണ്ടേ? അപ്പോൾ ആ ട്രേഡ് ലൈസൻസ് പുതുക്കില്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു ഫൈനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവർ തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് വിസ എടുക്കുന്ന സമയത്ത് ആര് തരുന്നു, ഏത് ടൈപ്പ് ഫ്രീലാൻസ് വിസയാണ്, എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോസ്റ്റ് വെച്ച് പരസ്യം ചെയ്തിട്ട് അത് മാത്രം കൺസിഡർ ചെയ്ത്, അത് മോശം കാര്യമല്ല, പലർക്കും നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ, അത് തെറ്റായ കാര്യം എന്ന് പറയുന്നില്ല. പക്ഷേ അത് കൊടുക്കുന്ന സ്ഥാപനം ആരാണ്, അവർ നാളെ നല്ല യുഎയിൽ ഉണ്ടാവുമോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് പറയാൻ കാരണം ചില സ്ഥാപനങ്ങൾ ആളുകൾ തുടങ്ങുകയും ഫ്രീലാൻസ് വിസ ചെറിയ കാശിന് കൊടുത്ത് ഒരു 10-20 വിസ ആയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം വലിയൊരു കമ്പനി ആയില്ലേ, ഈ കമ്പനിയിൽ ബാങ്ക് ഫെസിലിറ്റി എടുത്തിട്ട് ഇവർ പിന്നെ അബ്സ്കോണ്ട് ആവുന്ന സാഹചര്യം വന്നാൽ ഈ എംപ്ലോയീസ് എന്ന് പറയുന്ന ഈ ഫ്രീലാൻസ് വിസ ഹോൾഡേഴ്സ് ബുദ്ധിമുട്ടിലാവും. അപ്പോൾ എടുക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി നോക്കണം ഫ്രീലാൻസ് വിസ എടുക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലുള്ള ഫ്രീ സോണോ അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് അതോറിറ്റീസുകൾ പലതും ഉണ്ട്. അവിടെ നിന്ന് എടുക്കാനായി ശ്രമിക്കുക. സ്വന്തം പ്രൊഫൈല് വെച്ചുകൊണ്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫറുടെ കാര്യം പറയുമ്പോൾ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ തന്നെ ഫ്രീലാൻസ് വിസ എടുക്കാൻ 2454 പറ്റും. അത്തരത്തിലുള്ള രീതിയിലേക്ക് എടുക്കാനായി. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു ഫ്രീലാൻസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അവിടെ ഏതെങ്കിലും ജോലിക്ക് കയറാൻ പറ്റില്ലല്ലോ? അങ്ങനെ പറ്റും. അപ്പോൾ അത് ആ എടുക്കുന്ന വിസയുടെ നിങ്ങളുടെ രീതി അനുസരിച്ചിരിക്കും. അതുപോലെ ആ കമ്പനി വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റും. ഒരേ സമയം 2 വർക്ക് പെർമിറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ അതിനിപ്പോൾ ക്യാഷ് അടച്ചാൽ മതി. 6 മാസം അല്ലെങ്കിൽ 2 വർഷം 1 വർഷം എന്നൊക്കെ രീതിയിൽ പല ഫീസുകളുണ്ട്. അതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇതൊരു വലിയൊരു പബ്ലിക് ഇൻഫർമേഷൻ ആകട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ റിയാസ് ബായുടെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ വിസ അല്ല, ലൈസൻസിങ് ആണ്, ട്രേഡ് ലൈസൻസിങ്. ഇപ്പോൾ അത് ഏത് ഇൻഡസ്ട്രിയും ആണെങ്കിലും അതുപോലെ UAE നിങ്ങൾക്കൊരു ബിസിനസ്, ഓൾ GCCയിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിയാസ് ബായിനെ സഹായിക്കണം. ഇത് നമുക്കൊരു പബ്ലിക്കിന് വേണ്ടി ഇൻഫർമേഷൻ പറഞ്ഞത് മാത്രം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.